പൊന്നാനിയിൽ ഒരു വൻ റാക്കറ്റിനെ പോലീസ് തകർത്തു. അതായത് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കലാണ് ഇവരുടെ പരിപാടി. സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരെയും അമ്പരപ്പിക്കും. നിരവധി നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ്, വ്യാജ സീലുകളും നിരവധി. വൻ സംഘത്തെയാണ് പോലീസ് പൊക്കിയത്. പൊന്നാനിയിലെ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. പല ഘട്ടങ്ങളിലായി ഇപ്പോൾ 10 പേരാണ് പോലീസിന്റെ പിടിയിലായത്. 20-ലധികം സർവകലാശാലകളുടെ 100-ലേറെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. മാർക്ക് ലിസ്റ്റുകളുണ്ട്. കേസിലെ പ്രധാന പ്രതി അത് ഡാനി എന്ന് പറയുന്ന ഒരാളാണ്. ഡാനി എന്നുള്ളത് അതൊരു ചെല്ലപ്പേരായിരുന്നു. ശരിക്കും അയാളുടെ പേര് ധനീഷ് എന്നാണ്. പോത്തന്നൂർ സ്വദേശിയാണ്. 39 വയസ്സ് മാത്രമാണ് പ്രായം. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് അയാൾ സമ്പാദിച്ചത് 2 5 സ്റ്റാർ ബാറുകളാണ്. മാത്രമല്ല വിദേശത്ത് അപ്പാർട്ട്മെന്റുകൾ വേറെയും. അപ്പോൾ എത്രമാത്രം കോടികളുടെ ബിസിനസ് തട്ടിപ്പ് ഇയാൾ ഈ പേരിൽ നടത്തിയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വലിയ വലിയ തിരക്കഥകളാണ് പുറത്തേക്ക് വന്നത്. ഇർഷാദിന് പൊന്നാനിയിൽ CV ജംഗ്ഷനിൽ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് ആണ് ഈ സ്ഥാപനത്തിലെ പരിപാടി. അവിടെ നടത്തിയ റെയ്ഡിലാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടെത്തിയത്. കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ വിവിധ യൂണിവേഴ്സിറ്റികളിലെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളുമാണ് ഈ റെയ്ഡിൽ പോലീസ് സംഘം പിടിച്ചെടുത്തത്. മാർക്ക് ലിസ്റ്റുകൾ മാത്രമല്ല, കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ വേണോ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വേണോ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ വേണോ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റ് ആവട്ടെ, അങ്ങനെ എന്തും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. പണം കൊടുത്താൽ മാത്രം മതി, സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള അവസ്ഥ. ഇർഷാദിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു നൽകിയ 2 പേരാണ് ആദ്യം പിടിയിലാവുന്നത്, രാഹുലും നിസാറും. ഇവരുടെ ചോദ്യം ചെയ്യലും ഇതിന്റെ ചുരുളഴിക്കുന്നതിൽ നിർണായകമായി. ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരാളിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കാട് സ്വദേശിയായിട്ടുള്ള ജസീം. ഇയാളാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ച് നൽകിയിരുന്നത് എന്ന വിവരം പോലീസിന് ലഭിച്ചു. ആരാണ് ജസീം? പോലീസ് ഇന്ന് പൊന്നാനിയിൽ വാർത്താ സമ്മേളനം നടത്തി അതിൽ വിശദീകരിച്ചു. അന്വേഷണത്തിന്റെ നടപടികളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ജസീം എന്ന ആളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ജസീമിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം ചെല്ലുമ്പോൾ ജസീമിനെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസീമിന്റെ ഡ്രൈവറെയും മറ്റ് കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണം തുറന്നപ്പോൾ അവിടെയും വിവിധ ഏജൻസികൾ മുഖാന്തരം, വിവിധ വ്യക്തികൾ മുഖാന്തരം ഇങ്ങനെ ലാർജ് സ്കെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ 22 യൂണിവേഴ്സിറ്റികളുടെ തെക്കൻ ഇന്ത്യയിലുള്ള 22 യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതായിട്ട് മനസ്സിലായി. തുടർന്ന് ജസീമിന്റെ ട്രെയിനിൽ നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ പുറപ്പെട്ടു. ബാംഗ്ലൂരിൽ പോയി. അതിന് കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡെസ്പാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ശിവകാശി കേന്ദ്രീകരിച്ചായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. ഈ പോലീസ് ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നറിഞ്ഞ ജസീം നാടുവിട്ടു. കോട്ടയം, തെങ്കാശി എന്നിവിടങ്ങളായിരുന്നു ആദ്യം ഒളിവിൽ കഴിഞ്ഞത്. പിന്നീട് നേരെ ബംഗളൂരിലേക്ക് കടന്നു. ബംഗളൂരുവിലെ ഒരു ഒളിസങ്കേതത്തിൽ നിന്നാണ് പൊന്നാനി പോലീസ് ഏറ്റവും ഒടുവിൽ ജസീമിനെ പിടികൂടുന്നത്. തെലങ്കാനയിലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യലിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഡാനി എന്ന സംഘത്തലവനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡാനി അതൊരു ചെല്ലപ്പേരാണ്. അയാളുടെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ ഇതൊന്നുമില്ലാതെയാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. ആ നെറ്റ്വർക്കിലുള്ള ആളുകൾക്ക് പോലും ഡാനി എന്നുള്ള പേര് മാത്രമാണ് അറിയാവുന്നത്. ഡാനി ആരാണ് എന്നുള്ളത് പോലീസിന്റെ കൗശലം നിറഞ്ഞ ഒരു അന്വേഷണത്തിലാണ് ഡാനിയെ കണ്ടെത്തുന്നത്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഐഡന്റിറ്റി ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വേഗമായിട്ട് മനസ്സിലാവും.
അപ്പൊ അത് ആര് എന്നുള്ളതിനകത്ത് ഉത്തരമുള്ളത് ഡാനി എന്നുള്ളൊരു പേര് മാത്രമാണ്. ഈ ഡാനി എന്നുള്ള ഒരു വളരെ രഹസ്യാത്മകത സ്വന്തം ഐഡന്റിറ്റിയിൽ സൂക്ഷിക്കുന്ന വ്യക്തി അവരുടെ മലയാളിയാണോ ഏത് നാട്ടുകാരനാണെന്നുള്ളത് നമുക്ക് ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് അതിന്റെ അന്വേഷണത്തിൽ നിന്ന് അത് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ തന്നെ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ധനേഷാണ് ഈ ഡാനി എന്നുള്ളത് വ്യക്തമായി. അതിനെ തുടർന്ന് നമ്മൾ ധനേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ 2013 സമാനമായിട്ടുള്ള ഒരു ഫോഴ്സ് സർട്ടിഫിക്കറ്റ് സപ്ലൈ ചെയ്ത ഒരു കേസ് അയാൾക്കെതിരെയുണ്ട്. അയാളെ നമ്മൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞാൻ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് കോഴിക്കോട് പോലീസിന്റെ ചുമതല പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡാനിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായി ശിവകാശിയിലേക്കെത്തി അന്വേഷണ സംഘം. വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം തന്നെ അവർ റെയ്ഡ് ചെയ്തു. 1 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന പേപ്പറുകൾ ഉണ്ടല്ലോ, അവ പിടിച്ചെടുത്തു. ഹോളോഗ്രാം സീലുകൾ അത് നിരവധിയായിരുന്നു. വൈസ് ചാൻസലർമാരുടെ സീലുകൾ, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ, പ്രിന്ററുകൾ, ഇവയൊക്കെയാണ് ഈ സെന്ററിൽ നിന്ന് പൊന്നാനി പോലീസ് പിടിച്ചെടുത്തത്. ഇവിടെ വെച്ച് ഡാനി എന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷാണെന്ന് പോലീസിന് വ്യക്തമാവുകയാണ്. കേരളത്തിലും വിദേശത്തുമടക്കം വലിയ ആഡംബര വീടുകൾ, അപ്പാർട്ട്മെന്റുകളും ബിസിനസ്സും ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ് ഡാനി എന്ന് വിളിക്കുന്ന ഈ ധനീഷ്. 12 കൊല്ലം മുൻപും ഇയാൾ ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതി ഡാനി എന്ന ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചങ്ങനെ അതിൽ 2 5 സ്റ്റാർ ബാറുകൾ പോലും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കുന്നമംഗലത്ത് വെച്ചാണ് ധനീഷിനെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്യുന്നത്. പ്രിന്റിംഗ് പ്രസ്സിലുണ്ടായിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ കുറച്ചുപേർ ജൈനുൽ അബിദീൻ, അരവിന്ദ്, വെങ്കിടേഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ സംഘം ഒരു വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതില് ആദ്യത്തെ അറസ്റ്റായിട്ട് ഒരു ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാറ്, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണെന്ന്, അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളത് മനസ്സിലാക്കി. തുടർന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഒരാളിൽ നിന്ന് 75,000 രൂപ, അതായത് 3/4 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നത്. എന്നിട്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ആളുകൾ ചെയ്തിരുന്നെന്നോ, നിരവധി സ്ഥാപനങ്ങളിൽ അനർഹമായി ജോലി സമ്പാദിച്ചു. പലരും വിദേശത്ത് കടന്നു. അതായത് വിദേശ എംബസികളിൽ പോലും ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അവർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആർക്കും കണ്ടെത്താൻ പോലും പറ്റാത്ത തരത്തിൽ പ്രൊഫഷണലായിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തം. കേരളത്തിലും കർണാടകത്തിലുമായി 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അങ്ങനെ പ്രതികളെയും ഈ തൊണ്ടി വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വലിയൊരു റാക്കറ്റിനെ പൊന്നാനി പോലീസ് പിടികൂടിയത്.